بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. إذا الشمس كورت. വചനം 1. ഇദശംസു സൂര്യനാകുമ്പോൾ, ആകുന്ന സമയം. കുവ്വിറത്ത് അത് ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ. وإذا النجوم انكدرت. വചനം 2. വഇദൻ നുജൂമു നക്ഷത്രങ്ങളാകുമ്പോൾ. ഉൻകദറത്ത് അവ ഉതിർന്നു ചാടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. وإذا الجبال سيرت. വചനം 3. വഇദൽ ജിബാലു പർവ്വതങ്ങളാകുമ്പോൾ. സുയ്യിറത്ത് അവ നടത്തപ്പെടുമ്പോൾ, പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا العشار عطلت. വചനം 4. വഇദൽ ഇശാറു പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാകുമ്പോൾ. ഉത്തിലത്ത് അവ വെറുതെ വിടപ്പെടുമ്പോൾ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ ഒഴിച്ചു വിടപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا الوحوش حشرت. വചനം 5. വഇദൽ വുഹൂഷു കാട്ടുജന്തുക്കളാകുമ്പോൾ. ഹുശിറത്ത് അവ ഒരുമിച്ചു കൂട്ടപ്പെടുമ്പോൾ, കാട്ടുജന്തുക്കൾ ഒരുമിച്ചു കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا البحار سجرت. വചനം 6. വഇദൽ ബിഹാറു സമുദ്രങ്ങളാകുമ്പോൾ. സുജ്ജിറത്ത് അവ തിളച്ചു മറിക്കപ്പെടുമ്പോൾ, സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا النفوس زوجت. വചനം 7. വഇദൻ നുഫൂസു ആത്മാക്കളാകുമ്പോൾ. സുവ്വിജത്ത് അവ ഇണക്കപ്പെടുമ്പോൾ, ആത്മാക്കൾ അഥവാ ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا الموءودة سئلت. വചനം 8. വഇദൽ മൗഊദതു ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടതാകുമ്പോൾ. സുഇലത്ത് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺശിശു ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ. بأي ذنب قتلت. വചനം 9. ബിഅയ്യി ദംബിൻ ഏതു കുറ്റം നിമിത്തമാണ്. ഖുതിലത്ത് അത് കൊല്ലപ്പെട്ടത് എന്ന്, ഏതൊരു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന്. وإذا الصحف نشرت. വചനം 10. വഇദ സുഹുഫു ഏടുകളാകുമ്പോൾ. നുഷിറത്ത് അവ വിരുത്തപ്പെടുമ്പോൾ, ഏടുകൾ തുറന്നു വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ. ഖിയാമത്ത് നാളിലെ കഠിന കഠോരങ്ങളായ ചില സംഭവവികാസങ്ങളാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. 1. സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുന്നു, അഥവാ അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു. 2. നക്ഷത്രഗ്രഹങ്ങളെല്ലാം അവയുടെ സ്ഥാനവും ക്രമവും വിട്ട് കൊഴിഞ്ഞു വീഴുന്നു. 3. പർവ്വതങ്ങൾ അവയുടെ സ്ഥാനം വിട്ട് നീക്കപ്പെടുകയും തട്ടിത്തകർക്കപ്പെടുകയും ചെയ്യുന്നു. 4.
അറബികളുടെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ളതും അവരുടെ സമ്പത്തുകളിൽ വിലപ്പെട്ടതുമായ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും അഗണ്യകോടിയിൽ തള്ളപ്പെടുന്നു. അവയെപ്പറ്റി ശ്രദ്ധിക്കുവാൻ ആർക്കും അവസരം ഉണ്ടാകയില്ല. 5. കാട്ടുജീവികളും ദുഷ്ടജന്തുക്കളും പരിഭ്രാന്തി നിമിത്തം പരസ്പരം യാതൊരു അക്രമമോ എതിർപ്പോ കൂടാതെ കൂടിക്കലരുന്നു. 6. ഭൂമിയുടെ സ്വഭാവം പാടെ മാറിപ്പോകുന്ന കൂട്ടത്തിൽ സമുദ്രങ്ങൾ തിളച്ചുമറിയുകയും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സമുദ്രജലം വറ്റി തൽസ്ഥാനത്ത് തീപിടിച്ചു പോകുന്നു എന്നും സാരമായിരിക്കാം. ഇപ്പറഞ്ഞതെല്ലാം ആകാശഭൂമികളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാകുന്നു. അതേ ഭൂമിയും ആകാശവും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിൽ മാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണത്. 7. ഓരോ തരത്തിലുള്ള ആളുകളും അതേ തരത്തിലുള്ള ആളുകളുമായി ഇണക്കപ്പെടുന്നു. അഥവാ നല്ലവർ നല്ലവരുമായും ചീത്തപ്പെട്ടവർ ചീത്തപ്പെട്ടവരുമായും കൂട്ടിച്ചേർക്കപ്പെടും. അല്ലെങ്കിൽ ഓരോ ആത്മാവും അതിന്റെ ജഡവുമായി സംയോജിപ്പിക്കപ്പെടുമെന്നു സാരം. 7-ാം വചനത്തിന് ഈ 2 പ്രകാരത്തിലും വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 8. പെൺകുഞ്ഞ് പിറക്കുമ്പോൾ ദാരിദ്ര്യവും അപമാനവും ഭയന്ന് അതിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന പതിവ് ജാഹിലിയ കാലത്തുണ്ടായിരുന്നുവല്ലോ. ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെന്തെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അഥവാ അവരുടെ കാര്യം പ്രത്യേകം വിചാരണയ്ക്ക് വരുന്നു. 9. ഓരോരുത്തന്റെ സകല കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏടുകൾ ഹാജരാക്കപ്പെടുകയും അവരവർ വായിച്ചു നോക്കുമാറ് അവ നിവർത്തി കൈകളിൽ നൽകപ്പെടുകയും ചെയ്യുന്നു. 10. മൃഗങ്ങളുടെ തോലുരിച്ചെടുക്കുന്നത് പോലെ ആകാശത്തിന്റെ മറകളെല്ലാം നീക്കിമാറ്റി അവ നഗ്നമാക്കി വെളിവാക്കപ്പെടുന്നു. 11. എത്രയോ കാലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകം അന്ന് പ്രത്യേകം ആളിക്കത്തിക്കപ്പെടുന്നു. 12. സ്വർഗം സജ്ജനങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നു. വ ഉസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ വ ബുരിസത്തിൽ ജഹീമുലിൽ ഗാവീൻ. സ്വർഗം ഭയഭക്തന്മാരിലേക്ക് അടുപ്പിക്കപ്പെടും. ജ്വലിക്കുന്ന നരകം ദുർമാർഗികളിലേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. സൂറത്തു ശുഅറാ 90-91. ഇങ്ങനെയുള്ള അതിഗൗരവ ഘട്ടങ്ങൾ അനുഭവത്തിൽ കാണുന്ന അവസരത്തിൽ ഓരോ ആൾക്കും ശരിക്കും അറിയാറാകും താൻ ഏതെല്ലാം കർമ്മങ്ങളാണ് മുൻ ജീവിതത്തിൽ വെച്ച് തയ്യാറാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്, അവയിൽ സൽക്കർമ്മം ഏതൊക്കെയാണ്, ദുഷ്കർമ്മം ഏതെല്ലാമാണ് എന്നൊക്കെ. എല്ലാം അവന്റെ ഏട്ടിലും അവന്റെ ഓർമ്മയിലും അവന് തെളിഞ്ഞു കാണും. ആ അവസരത്തിൽ സ്വന്തം ഏട്ടിൽ സൽക്കർമ്മങ്ങൾ കണ്ടാനന്ദിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.